ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഇന്നും ഞാൻ എൻ്റെ ക്രിസ്മസ് ചിന്തകളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, പുൽക്കൂടിനോളം ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയുണ്ടോ? ഒന്നും തന്നെയില്ല. മുകളിൽ മിന്നുന്ന നക്ഷത്രവും പറന്നിറങ്ങുന്ന മാലാഖമാരും മഞ്ഞു പൊതിഞ്ഞ മൊട്ടക്കുന്നുകളും ഇവിടെ കൊച്ചു വീടുകളും മലയിറങ്ങി വരുന്ന ഇടയന്മാരും രാജാക്കന്മാരും ആടുകളും കാലികളും ഒഴുകിയിറങ്ങുന്ന നീർച്ചാലും എല്ലാറ്റിനും മധ്യേ പ്രഭ തോകുന്ന പൊന്നുണ്ണിയും അവൻ്റെ ചാര നിൽക്കുന്ന മറിയും യോസേപ്പും എല്ലാം ചേർന്ന് പുൽക്കൂട് നമുക്ക് കണ്ട് കൊതിതീരുത്ത ഒരു വിസ്മയമാണ്. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസും മറ്റുള്ള ഏത് വിഭാഗമായിട്ട് അതൊരു കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ ഓരോ ക്രിസ്മസ് രാവിലും തിരുക്കർമ്മങ്ങൾക്കിടെ പുൽക്കൂട് അനാവരണം ചെയ്യപ്പെടുമ്പോൾ ഇത്രമാത്രം കൗതുകത്തോടെ നാം അതിലേറ്റ് നോക്കുന്നു. പുൽക്കൂട് എത്ര കണ്ടാലും കൊതി തീരില്ല എന്നുള്ളത് സത്യമാണ്. പുൽക്കൂട് പർദീസായുടെ പുനഃസൃഷ്ടിയാണ്. ദൈവവും മനുഷ്യനും പ്രകൃതിയുമെല്ലാം ഏകതാഭാവത്തോടെ ഒത്തി ഇണങ്ങി വാണ ഇടമായിരുന്നു അവിടം. പാപം നഷ്ടപ്പെടുത്തിയ ഈ ഐക്യം പുൽക്കൂട്ടിൽ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അവിടെ ദൈവം, മാലാഖ, സ്ത്രീ, പുരുഷൻ, നാൽക്കാലികൾ, സസ്യങ്ങൾ, പുല്ല്, വെള്ളം, മണ്ണ് എന്നിങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ എല്ലാം തന്നെ ഈ പുൽക്കൂടിലുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. എല്ലാം ഉണ്ട് അവിടെ. എല്ലാവരെയും എല്ലാറ്റിനെയും കോർത്തിണക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ്റെ സാന്നിധ്യമാണെന്നാണ് ഏറ്റവും സവിശേഷത ഈ കാര്യത്തിൽ. പുൽക്കൂട് ശിശു കേന്ദ്രീകൃതമായ ഇടമാണ്. അവിടെയുള്ള എല്ലാവരുടെയും നോട്ടം കുഞ്ഞിലേക്കാണ്. പ്രപഞ്ചമാകെ ഒരു പൈതലിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഇമ പൂട്ടി ധ്യാനിക്കുന്ന ദിനമാണ് ക്രിസ്തുമസ്. ഉള്ളിലെ നിഷ്കളങ്കതയും നർമ്മില്യവും നഷ്ടപ്പെട്ട ജീവിത വഴികൾ തിരിച്ചറിഞ്ഞ് ആദ്യ വിശുദ്ധിയിലേക്കും അല്ലെങ്കിൽ പുൽക്കൂടിൻ്റെ ഐക്യത്തിലേക്കും മടക്കയാത്ര നടത്തേണ്ട വിശുദ്ധ നാളാണ് ക്രിസ്തുമസ്. ജീവിതത്തിൻ്റെ നിക്ഷേപ പാത്രങ്ങളൊക്കെ തുറക്കപ്പെടേണ്ട ഇടമാണ് പുൽക്കൂട്. ഏറ്റവും വലിയ നീതി കണ്ടെത്തിയവൻ മറ്റെല്ലാം ഉപേക്ഷിച്ച് അത് സ്വന്തമാക്കുന്ന പോലെ അന്നുവരെ നേടിയ ജീവിതത്തിൻ്റെ സർവനിക്ഷേപങ്ങളും പുൽക്കൂടിന് മുന്നിൽ ഇറക്കി വെച്ച് തൊഴുതു നൽകാൻ അവൻ സാധിക്കണം, അല്ലെങ്കിൽ അവൾക്ക് സാധിക്കണം. ജീവിതഗതി തിരിച്ചുവിടുന്ന ആത്മീയ ദർശനങ്ങളെ ലഭിക്കുന്ന ഇടം കൂടിയാണത്. വന്ന വഴിയെ മടങ്ങിപ്പോകാനാകാത്ത വിധം ദൈവപുത്രനുമായുള്ള സമാഗമം അത് എന്നെയും നവീകരിക്കപ്പെടും. മറ്റെവിടെയും ഇടം ലഭിക്കാത്ത നിസ്സഹായകരായ രണ്ട് മനുഷ്യർക്ക് ക്ലേശകരമായ അലച്ചിലൊടുവിൽ അത്താണിയായി മാറിയത് പുൽക്കൂടാണ്, കാലിത്തൊഴുത്താണ്. മറയില്ലാത്തതിനാൽ അവിടേക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ സാധിക്കും. ലാളിത്യത്തിൻ്റെ പ്രതീകം കൂടിയാണത്. ആർക്കും പ്രതീക്ഷയെടുത്ത് തിരുവട്ടം പകർന്നു നൽകുന്ന സ്ഥലമാണത്. മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രം പുൽക്കൂട്ടിൽ പിറന്നവൻ മനുഷ്യകുലത്തിന് മുഴുവൻ നൽകുന്ന ശുഭപ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഇനി നമ്മുടെ ഉള്ളിലാണ് പുൽക്കൂട് നിർമ്മിക്കപ്പെടേണ്ടത്. തമ്പുരാന് കേന്ദ്രസ്ഥാനം നൽകുന്നതോടൊപ്പം എല്ലാവർക്കും എല്ലാറ്റിനും ഇടം നൽകുന്ന ഹൃദയങ്ങളിലാണ് പുൽക്കൂട് ഉണ്ടാകുന്നത്. അത്തരം ജീവിതങ്ങൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമേറും, എല്ലാവർക്കും സമാധാനവും പകരും. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മനുഷ്യർക്ക്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത്. ആശങ്കയുടെയും പരിഭ്രാന്തിയുടെയും ഈ നാളുകളിൽ പ്രത്യാശ നിറയ്ക്കാൻ തിരുപ്പിറവിയുടെ ഈ അനുസ്മരണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഈ കൊച്ചു ചിന്തയിലൂടെ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോരുത്തരിലേക്കും ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.